നമ്മളോടൊപ്പം മിനിസ്റ്റർ ശ്രീ പി എ മുഹമ്മദ് റിയാസ് ചേരുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയി ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപനം ചെയ്തതാണ്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്നു. അദ്ദേഹത്തിനും ഇന്ന് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളോട് ഈ രക്ഷാദൗത്യത്തിന് നിലവിലൊരു നിർത്തലുണ്ടായത് അല്ലെങ്കിൽ അത് നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിലേക്ക് കൂടി പോവുകയാണ്. മിനിസ്റ്റർ, സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. മിനിസ്റ്റർ, കഴിഞ്ഞ 10 ദിവസം സർക്കാർ, ജനങ്ങൾ, മാധ്യമങ്ങളെല്ലാം അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. ശരിയാണ്, ഇത്രയും ദിവസമായി അതുമായി ബന്ധപ്പെട്ട പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും തീരുമാനം വരികയാണ്, ഈ തിരച്ചിൽ താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാൻ എന്നുള്ള തീരുമാനം. അത് അംഗീകരിക്കാൻ കഴിയുമോ കേരളത്തിന്, കേരള സർക്കാരിന്? അത് ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ്. ഒന്ന്, നമ്മൾ ഇത്രയും ദിവസം നമ്മൾ എല്ലാ ശ്രമങ്ങളുമാണ് നടത്തിയത്. ഇനി എന്തെങ്കിലും സാധ്യത അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശ്രമമുണ്ടെങ്കിൽ അതൊക്കെ നടത്തണമെന്നാണ് പൊതു കാഴ്ചപ്പാട്. അത് എല്ലാവരും ഒന്നിച്ചെന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ തുടക്കത്തിൽ മറ്റൊരു സ്റ്റേറ്റിലുള്ളതാണ്. തുടക്കം മുതലേ എല്ലാ നിലയിലും ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്റ്റേറ്റിൽ പോയി പ്രത്യേകിച്ചൊരു തീരുമാനം നടപ്പിലാക്കാനൊന്നും പറ്റുന്ന ഭരണഘടനാപരമായ അവകാശമില്ല എന്നറിഞ്ഞിട്ടും സ്വാഭാവികമായിട്ടും ഈ കേരളത്തിൽ നിന്നുള്ള ഒരു MLA-മാരെ അങ്ങോട്ട് വിട്ടു. ശ്രീ ലിൻഡോവും ശ്രീ സച്ചിൻ ദേവും പോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മന്ത്രിമാരായ ഞങ്ങൾ പോയി. പിന്നീട് എല്ലാ ദിവസവും യോഗങ്ങൾ ഫിസിക്കലിയും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ യോഗങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യം പുതിയ സാധ്യതകൾ പറയുക, മറ്റു കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ യോഗത്തിൽ പൊതുവെ എടുത്ത തീരുമാനം, യോഗത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, അവിടുത്തെ MLA ഉണ്ട്. അപ്പോൾ യോഗത്തിലെടുത്ത തീരുമാനങ്ങളിൽ കൃത്യമായി ടൈം ലൈൻ വെച്ചുകൊണ്ടെടുത്ത തീരുമാനങ്ങളിൽ പലതും നടപ്പിലാകുന്നില്ല. അത് ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഡ്രഡ്ജിങ് നടന്നില്ല, തഗ് ബോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടന്നില്ല, പാന്തൂണിൻ്റെ കാര്യം പറഞ്ഞു നടന്നില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ വരും എന്ന് ഉറപ്പ് നൽകുന്ന സ്ഥിതിയാണ്. എന്നിട്ട് പെട്ടെന്ന് അത് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 സംവിധാനം കൂടി പരീക്ഷിക്കണം എന്നുള്ളത് വളരെ ന്യായമായ ഒരാവശ്യമാണ്. പിന്നെ മിനിസ്റ്റർ, അതായത് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മിനിസ്റ്റർ, ഈ 3 കാര്യങ്ങളാണോ? ഇപ്പോൾ പാന്തൂണിൻ്റെ കാര്യം, അവിടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും കുറേ ദിവസമായിട്ട് മഴയും വെയിലും കൊണ്ട് അവിടെ നിൽക്കുന്നവരാണ്. വൈകുന്നേരം ഞങ്ങൾ മീറ്റിംഗ് ഇരുന്ന് പാന്തൂണിൻ്റെ കാര്യം തീരുമാനിച്ചു. അത് ഔദ്യോഗികമായി തന്നെ കർണാടക സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നവർ പറയുന്ന സ്ഥിതി ഉണ്ടായി. രാത്രി 12:30 മണി വരെ അതിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ ചേർന്ന മീറ്റിംഗ് ഞങ്ങളിരിക്കുമ്പോഴാണ് അവിടെ പാന്തൂൺ ഇന്ന് കൊണ്ടുവരാനാകില്ല എന്ന് പറയുന്നത്. അപ്പോൾ കാരണം ചോദിച്ചു. ആ കാരണം ഒരു ന്യായമല്ല. അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് അതിനകത്ത് നിലപാട് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സംവിധാനം ഒരുക്കാം, നാളെ മുതൽ വരും എന്ന് തീരുമാനിക്കുന്നു. അതും ബന്ധപ്പെട്ടവർ തന്നെ പരസ്യപ്പെടുത്തുന്നു. പിറ്റേന്നും വന്നില്ല, ഇന്നലെയും വന്നില്ല, ഇന്നും ഇല്ല. തഗ് ബോട്ടിൻ്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. അത് നീണ്ടു പോകുന്ന സ്ഥിതി വരെ അത് കൊണ്ടുവരാം എന്ന് പറഞ്ഞില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ ഇത്തരം നിലപാടാണുള്ളത്. അപ്പോൾ നമ്മളൊരു സർക്കാർ സംവിധാനത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ പല എക്സ്പേർട്ടുകളോടും അഭിപ്രായമൊക്കെ ചോദിച്ച് ആ അഭിപ്രായത്തിൻ്റെ ഭാഗമായി അതിൻ്റെ സാധ്യതകൾ, അതെങ്ങനെ പ്രാക്ടിക്കലായി നടപ്പിലാക്കാം, ഇതൊക്കെ പരിശോധിച്ചിട്ടാണല്ലോ ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം പിന്നെ നടപ്പിലാകാതെ വരുന്നൊരു സ്ഥിതി വരുന്നു. അതൊരു പ്രയാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിലൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പോൾ കോവിഡോ നിപ്പയോ ഓക്കിയോ പ്രളയമോ ഒക്കെ വന്നാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തര പ്രശ്നം വന്ന ഒരു മിനിസ്റ്റർ അവിടെ ക്യാമ്പ് ചെയ്യും, ഒരു മിനിസ്റ്റർക്ക് ചുമതല കൊടുക്കും. ഇനി അദ്ദേഹത്തിന് മറ്റുത്തരവാദിത്തത്തിന് പോകുമ്പോൾ ഷിഫ്റ്റായി അടുത്തയാൾ വരും. ഇതാണല്ലോ രീതി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 1-2 എണ്ണം തീരുമാനിച്ച് നടപ്പിലാവാതായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരാളിതിൻ്റെ പ്രധാന ചുമതല വഹിച്ച് അവിടെ ക്യാമ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ക്യാമ്പ് ചെയ്താൽ നമുക്കൊരു കാര്യങ്ങൾ കുറേ കൂടി കോർഡിനേറ്റും ആൻസറബിളായിട്ട് പോകാൻ പറ്റും. എന്നാൽ ഇതൊന്നും ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, ഇന്ന് പെട്ടെന്ന് മീഡിയയിലൂടെയാണ് ഞങ്ങളൊക്കെ അറിയുന്നത് ഇത് ഇങ്ങനെ നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ളത്. എന്നാൽ അവിടെ 2 MLA-മാരുണ്ട്, 2 അല്ല 3 MLA-മാരുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കാം. ശ്രീ വിജിൻ എന്നെ വിളിച്ചിരുന്നു, വിജിനോട് പറഞ്ഞിട്ടില്ല. മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ഇന്ന് ഉച്ചവരെ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ നമ്പർ ഉണ്ട്, ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നതല്ലേ, ഞങ്ങളിവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം, അങ്ങനെ ചെയ്തിട്ടില്ല.
ഞാൻ അതിന് ശേഷം ജില്ലാ കലക്ടറെ വിളിച്ചു. ജില്ലാ കലക്ടറോട് പറഞ്ഞു, അല്ല നമ്മൾ ഇന്ന തീരുമാനങ്ങളല്ലേ ഈ ഓരോ ദിവസവും എടുത്തത്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് നിർത്തുക? അങ്ങനെ ശരിയാണ്, ഇനി നിർത്തുകയാണെങ്കിൽ തന്നെ ഒന്ന് നമ്മളൊരു ഡിസ്കഷൻ നടത്തണ്ടേ, ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. കലക്ടർക്ക് അതിൽ ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു ശരിയല്ല. ഓക്കെ മിനിസ്റ്റർ, ഇപ്പൊ എന്തായാലും ഇങ്ങോട്ട് തീരുമാനം കർണാടക സർക്കാർ എടുത്തു കഴിഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ദൗർഭാഗ്യകരമായ നിലപാടാണത്. അതിൽ നിന്നും പിറകോട്ട് പോകണം. നമ്മൾ കൂട്ടായി ചർച്ച ചെയ്ത് കർണാടക ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച ഈ 3 സംവിധാനങ്ങൾ അത് നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറക്കാനാകണം. അതൊരു ശ്രമമാണ്. ആ ശ്രമത്തിൽ കാര്യം നടന്നാലോ അർജുൻ്റെ കുടുംബാംഗങ്ങളും അതല്ലേ പറയുന്നത്, ഒരുപാട് എക്സ്പേർട്സ് അതല്ലേ പറയുന്നത്. പിന്നെ അതല്ലെങ്കിൽ ഇനി നേവൽ ബേസിൻ്റെ മറ്റ് എക്സ്പേർട്ട് സാധ്യതകൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. രക്ഷാദൗത്യത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അങ്ങനെ എല്ലാ സാധ്യതകളും പരിശോധിക്കണമല്ലോ. എല്ലാ സാധ്യതകളും കൂട്ടായി നമ്മൾ ശ്രമിച്ചിട്ടല്ലേ മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല. കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് ഞങ്ങൾക്കില്ല. തുടക്കം മുതലേ ഞങ്ങൾ ആ സമീപനമല്ലേ എടുത്തത്. തുടക്കത്തിൽ എന്തൊക്കെ വിവാദം ഉണ്ടായി, എന്തൊക്കെ നിലയിലുള്ള ആക്ഷേപങ്ങളുണ്ടായി, ഞങ്ങളതിൽ കക്ഷി ചേർന്നിട്ടില്ലല്ലോ. ഞങ്ങളപ്പോഴും കർണാടക ഗവൺമെൻറ്റിന് പരിപൂർണ്ണ പിന്തുണ നൽകിയിട്ടാണ് നിന്നത്. ഞങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ടല്ലേ അവിടേക്ക് പോവുക വരെ ചെയ്തത്. അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അവിടെ മന്ത്രിമാരുണ്ട്, അവർക്കാണ് അതിൻ്റെ അവകാശം, അവർക്കാണ് അതിൻ്റെ പരിപൂർണമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള റൈറ്റ്. ആ നിലയിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ നിന്നത്. പിന്നെ കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഉൾപ്പെടെ അവിടെ പോയത്. അപ്പോഴും ഞങ്ങൾ ഒരു തരത്തിലും ഒരു തെറ്റായ കാര്യം പറഞ്ഞിട്ടില്ല. അവിടെ കഠിനാധ്വാനം ചെയ്ത് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പോകണമെന്നുള്ള നിലപാട് പരസ്യമായിട്ട് പറഞ്ഞു. അവിടെ കോഴിക്കോട്ടെ MP, മഞ്ചേശ്വരം MLA, അതുപോലെ തന്നെ ബാലുശ്ശേരി MLA, തിരുവമ്പാടി MLA, ഇപ്പോൾ കല്യാശ്ശേരി MLA, തൃക്കരിപ്പൂർ MLA, അവിടുത്തെ സ്ഥലം MLA, എല്ലാവരും യോജിച്ച് നിന്നിട്ടാണല്ലോ ഞങ്ങൾ ചെയ്തത്. ആരെയും കുറ്റപ്പെടുത്തുകയോ മോശമായിട്ടുള്ള ഒരു പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണെന്ന് അവർ തന്നെ യോഗത്ത് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കർണാടക എത്തിയത്? എന്താണെന്ന് വിചാരിക്കുന്നത്? അല്ല, അത് എനിക്ക് അറിയില്ല. അത് ഉത്തരം പറയേണ്ടത് അവരാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. കർണാടക സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നവരോടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. അവരുൾപ്പെടെ ഇരുന്നു കൊണ്ട് എടുത്ത തീരുമാനം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? ആ ചോദ്യത്തിന് ഉത്തരം ഞാനല്ല, അല്ലെങ്കിൽ ഞങ്ങളല്ല പറയേണ്ടത്. ആ ചോദ്യത്തിന് ഉത്തരം അവർ പറയണം. ദയവ് ചെയ്ത് ഈ എടുത്ത തീരുമാനത്തിന് പുറകോട്ട് പോകണം. ഈ സാധ്യത പരിശോധിക്കാൻ തയ്യാറാകണം. അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായതിൻ്റെ ഇത്തരം പരിശോധനകളിൽ എന്തെങ്കിലും കാര്യം നമുക്ക് കണ്ടെത്താനായാൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് നിസ്സാരമായി കാണരുത്. ദയവ് ചെയ്ത് ഇതിൽ നിന്നും പിന്മാറാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. അതിനെ ഉത്തരവാദിത്തപ്പെട്ടവർ അത്തരമൊരു നിലപാട് കർണാടക ഗവൺമെൻറ്റിനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത്തരമൊരു നിലപാട് കൈക്കൊള്ളണം. പിന്നെ പ്രതികൂല കാലാവസ്ഥ, ഇന്ന് യഥാർത്ഥത്തിൽ കാലാവസ്ഥ പഴയ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ടതാണ്. മെച്ചപ്പെട്ട ജലനിരപ്പ് കുറഞ്ഞു, മഴ കുറഞ്ഞു. എന്തിനു മുന്നേ 3:30 മണിക്ക് ഇന്ന് നിർത്തി? സാധാരണ 6 മണി വരെ പോകുന്ന ഇതിലും മോശമായ കാലാവസ്ഥയിൽ 6 മണി വരെ തിരയുന്നതിന് ഇന്ന് 3:30 മണിക്ക് നിർത്താൻ പാടുണ്ടോ? അതിന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉത്തരം ശരിയാണ്, മന്ത്രി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കർണാടകയിലെ ഫിഷറീസ് മന്ത്രി വരുന്നുണ്ട്. ഫിഷറീസ് മന്ത്രി വരുന്നുണ്ടെങ്കിൽ മന്ത്രിയുടെ അടുത്തേക്ക് പ്രധാന ഉദ്യോഗസ്ഥർ പോയാൽ പോരെ? തെരച്ചിൽ നടത്തുന്ന, വെള്ളത്തിൽ ചാടുന്നവരോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരോ മന്ത്രിയെ കാണാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊരു കാരണമല്ലല്ലോ. അത് ശരിയാണോ? ജലനിരപ്പ് ഇത്ര കുറഞ്ഞിട്ടും 3:30 മണിക്ക് ഇന്ന് നിർത്തിയത് ശരിയാണോ? അപ്പോൾ അത് ശരിയല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ തീരുമാനം മാറ്റി ഈ സാധ്യതകൾ, നമ്മൾ യോഗമെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ കർണാടക സർക്കാർ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക.